ഇപ്പൊ ഇങ്ങനത്തെ പേഷ്യൻസ് ആണ് ഡോക്ടറിന്റെ ഒപിയിൽ കൂടുതലും വരാറ്. എങ്ങനെയാണ് ഇവരുടെ ലിവർ ഇത്രയും ഡാമേജ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇവർ എത്തുന്നത്? ഒ പിയിൽ വരുന്ന പേഷ്യൻസിൽ മെജോറിറ്റിയും ഫാറ്റി ലിവർ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇപ്പം നല്ലോണം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേറ്റീവ്ലി ഗുഡ് പോപ്പുലേഷൻ അഡ്വാൻസ്ഡ് ലിവർ ഡിസീസ് തന്നെ ആയിരിക്കും. അതിൽ തന്നെ ഡീകോമ്പൻസേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഡീകോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അറിയോ എന്താന്നുള്ളത്? ഡീകോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ വയറ്റിൽ നീർക്കെട്ട് വരിക, ബ്ലഡ് വോമിറ്റ് ചെയ്യുക, ബോധത്തിൽ വ്യത്യാസം വരിക, ഇതേപോലത്തെ ഇതിനൊക്കെയാണ് മഞ്ഞപ്പിത്തം, കോയഗുലോപ്പതി, ഇങ്ങനത്തെ ലിവർ ക്യാൻസർ, ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻസ് ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് പറയുന്നത്. ഇതന്നെ രണ്ട് രീതിയിൽ സംഭവിക്കാം. അക്യൂട്ട് ആയിട്ട് സംഭവിക്കാം. ചില ആൾക്കാർക്ക് അത് പാർട്ട് ഓഫ് ദ ക്രോണിക് ലിവർ ഡിസീസിന്റെ അക്യൂട്ട് ഓൺ ക്രോണിക് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡീകോമ്പൻസേഷൻ ആയിട്ടും വരാം. ഈ ആൾക്കാരിലാണ് സാധാരണ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. മെജോറിറ്റി ഇറ്റോളി നമ്മുടെ നാട്ടിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആണ്, ഫോളോഡ് ബൈ ആൽക്കഹോളിക്സ് ആണ്. ഇത് രണ്ടുമാണ് മോസ്റ്റ് കോമൺ. ഐ തിങ്ക് വേറെ അതർ പാർട്സ് ഓഫ് ദ കൺട്രിയിലും ഇപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഇതൊക്കെയാണ് കോസസ്. റെയർ ആയിട്ട് ഈ പറഞ്ഞമാര് ഈ കോപ്പർ മെറ്റബോളിസത്തിലുള്ള വിൽസൺസ് ഡിസീസും ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും കുറച്ചും കൂടെ റെയർ ആണ്. ബട്ട് ദീസ് ആർ ദ മേജർ ചങ്ക്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടുണ്ടാവുന്നത് അറിയോ? ലൈഫ് സ്റ്റൈൽ, എസ്പെഷ്യലി ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഈ കണ്ടീഷൻസ് കൊണ്ടാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് മെജോറിറ്റി മെയിൻലി ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം തന്നെയാണ്. അതിനുശേഷം ആൽക്കഹോൾ. ശരി, അപ്പൊ ഇതില് മെൻ ആൻഡ് വിമൻ അവരുടെ രണ്ടുപേരുടെയും ഒരു ഡിഫറൻസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആരായിരുന്നു കൂടുതൽ ഒപിയിലേക്ക് വരാറ്? അല്ല, ഡെഫിനറ്റ്ലി മെയിൽസ് ആണ് കൂടുതലും വരിക. മെയിൽസ് തന്നെ വരിക. ഈ ഫീമെയിൽസ് മീൻസ് നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഫീമെയിൽസ് ഡ്രിങ്കിങ് പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇൻ അവർ പാർട്ട് ഓഫ് ദ കൺട്രി മെയിൽസ് ആണ് കൂടുതൽ മാറ്റി. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് റിസ്ക് ഫാക്ടർ വൈസ് ആക്ച്വലി ഫീമെയിൽസ് ആർ മോർ പ്രോൺ ടു ഡെവലപ്പ് ലിവർ ഡിസീസ് ഇഫ് ദേ കൺസ്യൂം ആൽക്കഹോൾ. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ലിവർ ട്രാൻസ്പ്ലാന്റ് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് എന്താണ് ആ പ്രോസസ് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഓക്കെ, സോ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക് ഒരു ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂഷ്വലി മീൻസ് ആഫ്റ്റർ ഒപ്റ്റിമൈസേഷൻ നമ്മൾ അഡ്മിറ്റ് ചെയ്യും പേഷ്യൻറ്റിന്. മീൻസ് ദെൻ മെയിൻ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡോണർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ വി ഹാവ് ടു ഐഡന്റിഫൈ ഡോണർ. ദ തിങ് ഈസ് ആക്ച്വലി ഡോണർ രണ്ട് ടൈപ്പ് ആവാം. ഒന്ന് ലൈവ് ഡൊണേഷൻ നടക്കാം, അല്ലെങ്കിൽ ഡിസീസ്ഡ് ഡൊണേഷൻ നടക്കാം. ലൈവ് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈവായിട്ട് മീൻസ് നമ്മളൊരു റിലേറ്റീവ് മീൻസ് എസ്പെഷ്യലി മിക്കവാറും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് തന്നെ ദേ ഗിവ് എ പാർട്ട് ഓഫ് ദ ലിവർ ടു ദിയർ മീൻസ് ഫാദർ ആവാം, മദർ ആവാം, സിബ്ലിങ്സ് ആവാം, പാർട്ട് ഓഫ് ദ ലിവർ കൊടുക്കുന്ന ലൈവ് ഡൊണേഷൻ. സോ വാട്ട് വി ഗിവ് ഈസ് ആക്ച്വലി അറൌണ്ട് ഒരു 60 to 70% ഓഫ് ദ ലിവർ ആണ് ഒരാൾക്ക് ദാനം ചെയ്യുക. അപ്പം ഇതാണ് ലൈവ് ഡൊണേഷൻ. അപ്പൊ ഈ ഡോണർ ഐഡന്റിഫൈ ചെയ്യുന്ന യൂഷ്വലി ഒരു 18 to 55 ഇയേഴ്സിന് ഇടയിലുള്ള ആളായിരിക്കണം. അമിതവണ്ണം പാടില്ല. ലിവർ ഷുഡ് ബി ലൈക്ക് മദ്യപാനം ഒരു പരിധിയിൽ കൂടുതൽ പാടില്ല. ലിവർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോർമൽ ആണെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. ബേസിക് ദ ഐഡിയ ബിഹൈൻഡ് ദിസ് ഇസ് കൊടുക്കുന്നത് കൊണ്ട് കൊടുത്ത ദാതാവിനും പ്രശ്നം പാടില്ല, വെച്ച ആൾക്കത് ഉപകാരപ്പെടും വേണം. ഇത് രണ്ടും പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്ത് വി ടേക്ക് എക്സ്ട്രാ കെയർ ഡോണറിന്റെ കാര്യത്തിൽ. കാരണം അദ്ദേഹം ഒരു ഹീസ് ഗിവിങ് എ ലൈഫിലെ, അപ്പം അതുകൊണ്ട് തന്നെ വി യൂസ് ടു ടേക്ക് എക്സ്ട്രാ കെയർ. ഡോണറിന് ഒരു പ്രശ്നം വരില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ. അങ്ങനെ ആദ്യം ഡോണറിനെ ഐഡന്റിഫൈ ചെയ്ത് ഡോണറിനെ പ്ലാൻ ചെയ്ത് നമുക്ക് CT ഉണ്ടാവും, MRI സ്കാൻ ഉണ്ടാവും, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവും, കാർഡിയാക് ഇവാലുവേഷൻസ് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇഫ് ഡോണർ ഈസ് ഫിറ്റ് ഫോർ സർജറി അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നത്. ഇങ്ങനെ രണ്ടാളെയും അതേ ദിവസം അഡ്മിറ്റ് ചെയ്യും. ഡിസീസ് ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മീൻസ് നമുക്കൊരു വി ഹാവ് എ പ്രോട്ടോകോൾ ഫോർ ദാറ്റ് അല്ലേ. നമ്മൾ ഗവൺമെന്റ് ഹാസ് കേസ് ഓട്ടോ മൃത സഞ്ജീവനി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. സോ വെൻ ദർ ഇസ് ഒരു പൊട്ടൻഷ്യൽ ഒരു ഡോണർ അലേർട്ട് ഉണ്ടാകുമ്പോൾ കേസ് ഓട്ടോ അത് നോട്ടിഫൈ ചെയ്യും. അപ്പം അത് ആദ്യമാണോ ഒരു പ്രയോറിറ്റി ഓർഡറിൽ ആണ് അത് കിട്ടുക. സോ ദാറ്റ് ടൈം ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഇത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒപ്റ്റിമൈസ് ഫുൾ പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവില്ല. ആൻഡ് ആൾസോ ബട്ട് ദ തിങ് ഈസ് വി ആർ ഗെറ്റിംഗ് എ ഫുൾ ലിവർ കിട്ടും. ബട്ട് സോ ഇറ്റ് വിൽ ബി ലൈക്ക് പേഷ്യനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഫാസ്റ്റ് റിക്കവറി. ദർ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. കാരണം ഇത് നമുക്ക് എലക്റ്റീവായിട്ട് ചെയ്യുന്നതാണ് LDLT. മറ്റേത് അന്നേരം വട്ട് നമുക്ക് കിട്ടുന്ന ലിവർ വെച്ച് അതിന്റെ ഒരു ക്വാളിറ്റി വെച്ച് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ആണ് വെക്കുക. ബട്ട് സ്റ്റിൽ കോംപ്രമൈസ്ഡ് ആയിരിക്കും. നമുക്ക് അതിന് ഭയങ്കര പ്ലാനിങ് ഒന്നും ചെയ്യാൻ DDLT നമുക്ക് പറ്റാറില്ല. സോ ഇതെല്ലാം പ്രോപ്പർലി ഡൊണേഷൻ ഇതെല്ലാം
ആദ്യം പക്ഷേ റെസിപ്പിയൻ വിൽ ബി ഫുള്ളി ഇവാലുവേറ്റഡ്. ഓക്കെ. അതിനുശേഷം രണ്ടാളെയും അഡ്മിറ്റ് ചെയ്ത് ദ ഡേ ഓഫ് സർജറി ഫസ്റ്റ് ചില കേസിൽ മാത്രം റെസിപ്പിയന്റിനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, അല്ലാത്ത കേസിലൊക്കെ മിക്കവാറും ഡോണറിനെ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ഒരു 1.5 to 2 hours കഴിഞ്ഞിട്ടായിരിക്കും റെസിപ്പിയന്റിന് സർജറി സ്റ്റാർട്ട് ചെയ്യുക. റെസിപ്പിയന്റിന്റെ അതായത് മോശമായിട്ടുള്ള ലിവർ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയിട്ട് അവിടെ ഈ ഒരു ഭാഗം നമ്മൾ ഡോണറിന്റെ അടുത്ത് നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അവിടെ ഫിറ്റ് ആക്കുകയാണ് ചെയ്യുക. സോ ഇറ്റ്സ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് സർജറികളിൽ ഒന്നാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി. ഈവൻ എല്ലാ ഇതിനേക്കാളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, മൾട്ടിപ്പിൾ അനാസ്റ്റമോസിസ് ഇൻവോൾവ് ആണ്. സോ ഇറ്റ്സ് കൺസിഡർഡ് ആസ്, മാത്രമല്ല ഇതിന്റെ കോംപ്ലിക്കേഷൻസും ഈ വാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകളും കുറച്ച് വലുതായതുകൊണ്ട് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് സർജറി. ബട്ട് റിസൾട്ട്സ് ആർ ക്വൈറ്റ് പ്രോമിസിങ്. നല്ല റിസൾട്ട്സ് ആണ് സാധാരണ, ബിക്കോസ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ത്രൂ വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ. ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് അറൌണ്ട് ഒരു 95% ആണ്. 95 to അറൌണ്ട് ലൈക്ക് സം പീഡിയാട്രിക് പ്രോഗ്രാംസ് ഒക്കെ 100% സക്സസ് റേറ്റ് പറയുന്ന പ്രോഗ്രാംസ് ഉണ്ട്. സോ അറൌണ്ട് 95% മേലെ സക്സസ് റേറ്റ് ഉണ്ട്. അതൊരു ഭയങ്കര വലിയൊരു ധൈര്യമാണല്ലേ നമുക്ക് തരുന്നത്. ശരിക്കും ബിക്കോസ് കൺസിഡറിംഗ് ബീങ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സർജറി, പേഷ്യന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസീസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ആക്ച്വലി ലൈക്ക് പേഷ്യന്റ് ഒരു ഫുൾ ടേൺ അറൗണ്ട് ആയിരിക്കും. ഭയങ്കര അടിപൊളി ഇതിലേക്ക് വരിക. ഉറപ്പായിട്ടും. അപ്പൊ പൊതുവെ ഈ ഒപിയിലേക്ക് വരുന്ന ആള് കുറെ മിഥ്യാധാരണകളും കൊണ്ടുവരുന്നുണ്ടാവുക, കുറെ കൺസേൺസ് ഉണ്ടാവും. അങ്ങനെ ബേസിക്കലി കേട്ട് വരുന്ന കുറച്ച് ആശങ്കകൾ എന്താ അവരുടെ? ആശങ്കകൾ ബേസിക്കലി മെയിൻലി കോസ്റ്റ് ആണ് ഏറ്റവും ഞാൻ ഭയങ്കര വൈൽഡ് ആയിട്ട് തോന്നില്ല. ബിക്കോസ് എവരിബഡി തിങ്സ് ഇതിന് ഒരുപാട് കാശ്, ഡെഫിനറ്റ്ലി കാശ് കുറവാണെന്നല്ല, കാശ് ഉണ്ട് ഡെഫിനറ്റ്ലി, അങ്ങനെയല്ല. ബട്ട് ഈ മിക്ക ആൾക്കാരും വരുന്നത് ഈ 50 ലക്ഷം രൂപയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ കാശുണ്ട്. അറൌണ്ട് യൂഷ്വലി എല്ലാം മിക്ക പ്രോഗ്രാം കേരളത്തിലെ എല്ലാ പ്രോഗ്രാംസും അറൌണ്ട് 18 to 20 lakhs ആണ് ആവുന്നത്. ബട്ട് അത് കുറഞ്ഞ പൈസ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് ഓരോരുത്തരുടെ ഓരോ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം നല്ല ക്രൗഡ് ഫണ്ട്, നമ്മൾ ഈവൻ മണി ഒരു കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു പുറകോട്ട് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പീപ്പിൾ ആർ മോർ അവെയർ. നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ക്രൗഡ് ഫണ്ട് ചെയ്യാം. പീപ്പിൾ ആർ റെഡി ടു ഹെൽപ്പ് ആൾസോ. നമുക്ക് വി ക്യാൻ ലൈക്ക് ഇപ്പം നമുക്ക് എന്തും നമുക്ക് ചെയ്യാം. നമുക്ക് ഇപ്പം ഒരു നമുക്ക് വി നോ ഹൗ നമുക്ക് പൈസ കളക്ട് ചെയ്യാനൊക്കെ ഇപ്പം മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് അറിയാം. സോ ഇപ്പൊ കുറച്ചും കൂടെ ലൈക്ക് പീപ്പിൾ ആർ അവെയർ നൗ. ഇപ്പൊ ഇങ്ങനൊരു ഇതുണ്ട്, മീൻസ് ഡികോമ്പൻസേറ്റഡ് ലിവർ ഡിസീസിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പീപ്പിൾ ആർ മോർ അവെയർ. നമ്മൾ മീഡിയയിലും എല്ലാം നല്ലോണം ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബേസിക്കലി അത് തന്നെയാണ് അവരുടെ ഒരു കൺസേണിൽ വരാ, അല്ലാണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇതും വരും. ബിക്കോസ് നോബഡി ഈസ് ഷുവർ അബൌട്ട് ദ സക്സസ് റേറ്റ്. ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ 95% സക്സസ് റേറ്റ് എന്നുള്ളതും മാത്രമേ പീപ്പിൾ ആർ നോട്ട് അവെയർ. ബിക്കോസ് ഇങ്ങനെ ഒരു ഫുൾ ഓക്കെ ആവും എന്നുള്ളതൊന്നും ആർക്കും അറിഞ്ഞൂടാ. കുറെ ആർക്കും എന്നല്ല, ബിഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറിഞ്ഞുകൂടാ. ഐ തിങ്ക് വി ഷുഡ് ക്രിയേറ്റ് മോർ, നമുക്കൊരു അവെയർനെസ് ഒക്കെ ഉണ്ടാക്കണം. സോ ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് നോ. ആൻഡ് ആൾസോ ഈ ഡൊണേഷനിൽ നമുക്ക് കുറെ കൺസേൺസ് ഉണ്ട്. ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ്. യൂഷ്വലി അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. വി ടേക്ക് എക്സ്ട്രാ പ്രിക്കോഷൻസ്. ബട്ട് ഒട്ടും ഇതില്ല എന്നല്ല, ഇറ്റ്സ് നോട്ട് എ സ്മോൾ സർജറി. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ മേജർ സർജറി തന്നെയാണ് ഡോണറെ സംബന്ധിച്ചിടത്തോളം. ബട്ട് യൂഷ്വലി കോംപ്ലിക്കേഷൻസിന്റെ ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പം കേരളത്തിന് അത്രയധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചൂസ് ചെയ്യുന്ന ഡോക്ടർ, നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ. അപ്പൊ എത്രത്തോളമാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതെങ്ങനെയാണ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക? നൗ ഇപ്പം കേരളത്തിൽ ചെയ്യുന്ന എല്ലാ മിക്ക ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാംസ് ആർ റണ്ണിങ് ഡൂയിങ് എ ഫാന്റാസ്റ്റിക് ജോബ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ടീം മാത്രം നന്നായി ചെയ്യുന്ന അങ്ങനെയില്ല. എവരിവൺ ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ബിക്കോസ് ഒരു ട്രാൻസ്പ്ലാന്റ് സെന്റർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് ഒന്ന് മീൻസ് വി ഷുഡ് ഹാവ് എ ഗുഡ് സർജൻ വേണം, ഗുഡ് ഹെപ്പറ്റോളജിസ്റ്റ് വേണം, ഗുഡ് അനസ്തെറ്റിസ്റ്റ് വേണം, OT tech, nursing staff, there is a lot of support system required. Actually, it's not that easy. And ഇപ്പോൾ അതുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഡൂയിങ് എ ഫാന്റാസ്റ്റിക് ജോബ്. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഇന്നൊരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചേക്കാൾ ഉപരി ബേസിക്കലി ഇപ്പം പറയുന്നുണ്ട്, ഇപ്പം ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നും ദേ ഷുഡ് നോട്ട് ഗോ ബാക്ക് ടു ദെയർ ഓൾഡ് ഹാബിറ്റ് ഓഫ് ആൽക്കഹോളിസം. അതേപോലെ സ്മോക്കിംഗ്, അങ്ങനെ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം. ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ദേ ഷുഡ് ലൈക്ക്
നമ്മൾ പോയിട്ട് ഓരോ ഇൻഫെക്ഷനും അതും ഇതൊന്നും ഡെഫിനറ്റ്ലി ബിക്കോസ് അവരുടെ പ്രതിരോധ ശക്തി കുറച്ച് വെക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ബിക്കോസ് നമുക്കത് വി ആർ കീപ്പിംഗ് ആൻ എക്സ്റ്റേണൽ ഓർഗൻ, അത് തിരസ്കരിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിൽ കീപ് അവരെ ഇമ്മ്യൂണിറ്റി കുറച്ച് വെക്കും. നമ്മൾ കമ്പയറിംഗ് ടു ദ ജനറൽ പോപ്പുലേഷൻ, ദർ ഇമ്മ്യൂണിറ്റി വിൽ ബി ലിറ്റിൽ ഓൺ ദ ലോവർ സൈഡ്. ബട്ട് ഒരു അഡ്വാൻസ്ഡ് ലിവർ ഡിസീസ് ഉള്ളവരെക്കാളൊക്കെ ബെറ്റർ ആയിരിക്കും, സ്റ്റിൽ ഇത് കുറച്ച് കുറവായിരിക്കും. സോ ഇങ്ങനത്തെ ഒക്കെ ശ്രദ്ധ ഇല്ലാണ്ട് പോകുന്നതും ചിലർക്ക് ഗോയിങ് ബാക്ക് ടു ആൽക്കഹോളിസം, അതുപോലെ പിന്നെ വീണ്ടും അമിതവണ്ണം, അത് വീണ്ടും ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് തന്നെയാണ് സങ്കടം. അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഗോയിങ് ബാക്ക് ടു ഓൾ ദീസ് ലൈക്ക് ഈവൻ നമ്മളെ മാത്രമല്ല, ഈവൻ പേഷ്യന്റ് ഹിംസെൽഫ് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഫാമിലി, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, എല്ലാവരും ആ ഒരു കഷ്ടപ്പാടിന്ന് കയറി വന്നിട്ട് ഗോയിങ് ബാക്ക് അഗെയിൻ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് സങ്കടമാവാറുണ്ട്. അപ്പൊ നമുക്ക് എത്ര നാള് ശരിക്കും ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു കാലാവധി പറയാൻ പറ്റും ഒരു ലിവർ ട്രാൻസ്പ്ലാന്റിൽ? ലിവർ ട്രാൻസ്പ്ലാന്റ് മീൻസ് ഡ്യൂറേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ പ്രോപ്പർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ട്രാൻസ്പ്ലാന്റ് ഒന്ന് അഡ്മിഷൻ മുതൽ യൂഷ്വലി ഒരു 10 to 14 ഡേയ്സിനുള്ളിൽ റെസിപ്പിയൻ വിൽ ഗെറ്റ് ഡിസ്ചാർജ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഡോണറിനെ സംബന്ധിച്ചിടത്തോളം 1 to 7 days, 5 to 7 days ആണ് സാധാരണ ഒരു ഡ്യൂറേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ഈ റെസിപ്പിയന്റിനോട് ഒരു 2 to 3 months അടുത്ത് തന്നെ താമസിക്കണം എന്ന് പറയും. ബിക്കോസ് അത് ആദ്യത്തെ ഒരു 3 മാസങ്ങളിൽ നമ്മൾ കുറച്ച് ഫ്രീക്വന്റ് ആയിട്ടുള്ള റിവ്യൂസ് വേണ്ടി വരും. ബ്ലഡ് ടെസ്റ്റ് നോക്കും, മീൻസ് ഈ വെച്ച ലിവർ നന്നായി വർക്ക് ചെയ്യുന്നില്ലയോ നോക്കണം, അത് തിരസ്കരിക്കപ്പെടുന്നില്ലല്ലോ നോക്കണം, ഇൻഫെക്ഷൻസ് ഒന്നും വരുന്നില്ലല്ലോ നോക്കണം. അപ്പൊ ഫസ്റ്റ് 3 months ഇസ് ലിറ്റിൽ ക്രൂഷ്യൽ. അപ്പം അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മൾ സാവധാനം റിവ്യൂവിന്റെ ഗ്യാപ്പ് ചെയ്ത് ലൈക്ക് പിന്നെ ഒരു 1 year ഒക്കെ കഴിയുമ്പോൾ 3 to 6 months എന്നുള്ള രീതിയിലാവും. മെഡിസിൻസ് അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു 3 months കുറച്ച് കൂടുതലുണ്ടാവും, പിന്നെ അത് കുറഞ്ഞു വരും. ആഫ്റ്റർ 1 year കുറച്ച് മെഡിസിൻസ് ഉണ്ടാവും. എന്നാലും അവരുടെ ഒരു ലൈഫ് സ്പാൻ നമുക്ക് എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ലൈഫ് സ്പാൻ എന്ന് പറയാൻ പറ്റില്ല. വെച്ച ലിവർ മിക്കവാറും വിൽ ഗീവ് ലൈക്ക് ഇറ്റ് വിൽ ഇഫ് ദേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇഫ് വി ക്യാൻ മാനേജ് ദാറ്റ്, ഈ വെച്ച ലിവർ വേറെ കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്യും. അതിനങ്ങനെ ഒരു എന്താ പറയാ ഇത്ര കട്ട് ഓഫ് ഒന്നും പറയാൻ പറ്റൂല. നമുക്ക് ഈ വെച്ച ലിവർ സാധാരണ രീതിയിൽ നല്ല വർക്ക് ചെയ്യും. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡൈ ഓഫ് സം അതർ റീസൺസ് മോസ്റ്റ് ഓഫ് ദ ടൈം ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ്, ലൈക്ക് ഇൻഫെക്ഷൻ ആവാം, കാർഡിയാക്, മോസ്റ്റ് കോമൺ കാർഡിയാക് തന്നെയാണ് ഡെത്തിന്റെ റീസൺസ് ഉണ്ടാവും. പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാവരും പോലെ തന്നെയാണ്. പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് പീപ്പിൾ ആർ ലിറ്റിൽ ഓൺ ദ ഹയർ റിസ്ക് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് വരാനൊക്കെ. നമുക്ക് പക്ഷേ എല്ലാ പേഷ്യൻസിനും വിൽ കീപ്പ് ഇൻ ഒരു നല്ല ഫോളോ അപ്പിൽ വെക്കും. ലൈക്ക് എവറി ഇയർ നമുക്ക് കാർഡിയാക് ഇവാലുവേഷൻ എല്ലാം ഇയർലി ആനുവൽ ചെക്കപ്പ് നമ്മൾ എല്ലാവർക്കും ചെയ്യാറുണ്ട്, ഫോളോ അപ്പിൽ വെക്കാറുണ്ട്. ഐ തിങ്ക് ലൈഫിൽ ഒരുപാട് പേർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു നമ്പർ അനുസരിച്ച് ഏതാണ്ട് ഒരു 350 ട്രാൻസ്പ്ലാന്റിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഡോക്ടർ. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുണ്ട്. മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുന്നുണ്ടോ? ഞാനിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് ഒരു യങ് ഗേൾ ഒരു അക്യൂട്ട് ലിവർ ഫെയിലിയർ ആയിട്ട് വന്നിട്ടില്ല. 14-year-old. ആ കുട്ടീനായിട്ടും ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ലിവർ ഫെയിലിയർ ആയി, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ട്രാൻസ്പ്ലാന്റ് വാസ് ആൾസോ സ്റ്റോമി, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെ ഉമ്മ ഡൊണേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പം ഷീസ് ഡൂയിങ് ഗുഡ്. സന്തോഷം ഉണ്ട്, അവരെല്ലാരും കാണുമ്പോ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. കുറെ ഉണ്ടാവും അങ്ങനെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ മാത്രം പറയുന്നില്ല, ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും നമുക്കങ്ങനെ. നമ്മളൊരു ലോങ് ജേർണി ആണല്ലോ, അപ്പോൾ കുറെ പേഷ്യൻസിനോട് ആത്മബന്ധം ഉണ്ടാവും, നമുക്ക് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് കണക്ട് ഉണ്ടാവും, മീൻസ് നമ്മളോട് തിരിച്ചും ഉണ്ടാവും. അപ്പൊ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. അവരുടെ സന്തോഷ വാർത്തകളൊക്കെ ഡോക്ടറിനെ അറിയിക്കാം. എല്ലാം അറിയിക്കും. സന്തോഷ വാർത്ത മാത്രമല്ല, മോശം വാർത്തകൾ എല്ലാം അറിയിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.